ലോകേ അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണിന്നു എന്റെ സർവസ്വം. അങ്ങേ പോലെൻ ദൈവമില്ലാരുള്ളി ലോകേ അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളായ 14 ഒന്നാം വാക്യവും 53 ഒന്നാം വാക്യവും ഒന്നു തന്നെയാണ്. ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ദൈവമില്ല എന്ന് പരസ്യമായി പറയുന്ന മൂഢന്മാരുണ്ട്. എന്നാൽ സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത് ഹൃദയം കൊണ്ട് ആരും കേൾക്കാതെ രഹസ്യമായി പറയുന്ന മൂഢന്മാരെക്കുറിച്ചാണ്. ഇവർ വായുകൊണ്ട് ദൈവമുണ്ടെന്ന് പറയും, ദൈവവിശ്വാസത്തെക്കുറിച്ച് പ്രസംഗിക്കും, സുവിശേഷ വേലയ്ക്കായി ചെലവ് ചെയ്യും, ബാഹ്യമായിട്ടുള്ള വിശ്വാസ പ്രവർത്തനങ്ങളെല്ലാം നടത്തും. പക്ഷേ ഹൃദയത്തിൽ ദൈവവിശ്വാസം ഉണ്ടായിരിക്കുകയില്ല. ദൈവമില്ല എന്ന് തന്നെ ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കും. കപടവിശ്വാസി എന്ന് അവരെക്കുറിച്ച് ഒറ്റ വാക്കിൽ നമുക്ക് പറയാം. ഇന്ന് നമ്മിൽ പലരും ഈ വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണ്. ദൈവത്തിന് വേണ്ടി ഓടി നടന്ന് അധ്വാനിക്കുന്നുണ്ട്. പക്ഷേ ഹൃദയത്തിലെ ചിന്ത ദൈവം എന്ന് പറയുന്ന ഒരുവൻ ഇല്ല എന്നതാ. ചില വർഷങ്ങൾക്ക് മുൻപ് കർത്താവിൻ്റെ പുനരാഗമനവുമായി ബന്ധപ്പെട്ട ചിന്തകൾ പങ്കുവയ്ക്കുമ്പോൾ കർത്തൃ ശുശ്രൂഷയിൽ ഒപ്പം നിന്ന ഒരു പട്ടക്കാരൻ എന്നോട് ചോദിച്ചു, കർത്താവ് വരുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? വേദശാസ്ത്രത്തിൽ ഉന്നത ബിരുദമെടുത്ത് വിവിധ ആത്മിക ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഇപ്രകാരം ചോദിച്ചത്. ഞാൻ പറഞ്ഞു, കർത്താവ് തീർച്ചയായും വരും. എന്നാൽ അവൻ്റെ വരവെങ്കിൽ നിനക്ക് പങ്കു കാണില്ല. വായുകൊണ്ട് ദൈവമുണ്ട് എന്ന് പഠിപ്പിക്കും, ഹൃദയം കൊണ്ട് ദൈവമില്ല എന്ന് പറയുകയും ചെയ്യുന്നവർ. ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്ന ദൈവവിശ്വാസമില്ലാത്ത മൂഢനായ മനുഷ്യനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയുവാൻ കഴിയും? ഇങ്ങനെയുള്ളവരിൽ പ്രധാനമായി 2 ലക്ഷണങ്ങളുണ്ടായിരിക്കും. അവയെക്കുറിച്ച് ചിന്തിച്ച് ഈ ലക്ഷണങ്ങളിൽ ഒന്നെങ്കിലും നമ്മിൽ ഉണ്ട് എങ്കിൽ നാമും ബാഹ്യമായി മാത്രം ദൈവത്തിൽ വിശ്വസിക്കുകയും ആന്തരികമായി ദൈവമില്ല എന്ന് പറയുകയും ചെയ്യുന്നവരാണ്. 1. ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി തെറ്റായ മാർഗങ്ങൾ സ്വീകരിക്കുന്നത് തെറ്റല്ല എന്ന് ചിന്തിക്കുന്ന എല്ലാവരും ഈ വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണ്. ഒരു വിശ്വാസി തൻ്റെ കുടുംബം പോറ്റുന്നതിന് വേണ്ടി ശമ്പളത്തിന് പുറമെ കൈക്കൂലി വാങ്ങുന്നു എന്നിരിക്കട്ടെ. അല്ലലും അലച്ചിലും കൂടാതെ കുടുംബത്തെ പോറ്റേണ്ടത് ആവശ്യം തന്നെയാണ്. ശരിയായ മാർഗത്തിൽ ലഭിക്കുന്ന ശമ്പളം കൊണ്ട് കുടുംബം പോറ്റുവാൻ കഴിയില്ല. മാത്രമല്ല ദൈവത്തിൽ നിന്ന് സഹായമൊന്നും ലഭിക്കില്ല എന്ന വിശ്വാസം കൊണ്ടല്ലേ കൈക്കൂലി വാങ്ങി കുടുംബത്തെ പോറ്റുന്നത്? ദൈവം എല്ലാവർക്കും നല്ലവനാണ്. ദൈവം എല്ലാവരെയും കരുതുന്നവനാണ്. ദൈവത്തോട് ചേർന്നിരുന്നാൽ കഷ്ടപ്പാടുകൾ കൂടാതെ ദൈവം മുൻപോട്ട് നയിക്കും എന്നൊക്കെ ഘോരം പ്രസംഗിക്കും. എന്നാൽ സ്വന്തം കാര്യങ്ങൾ വരുമ്പോഴോ തുച്ഛമായ ശമ്പളം മാത്രമുള്ള എന്നെ സഹായിപ്പാൻ ദൈവത്തിന് കഴിയില്ല, അതുകൊണ്ട് ദൈവ വഴി വിട്ട് തന്നെ സമ്പാദിക്കാം എന്ന് ചിന്തിക്കുന്നവർ എല്ലാവരും ഹൃദയം കൊണ്ട് ദൈവത്തെ അവിശ്വസിക്കുന്നവരും ഹൃദയം കൊണ്ട് ദൈവമില്ല എന്ന് പറയുന്നവരും ആണ്. 2. സ്വന്തം കഴിവിലും വസ്തുവകളിലും അമിതമായി ആശ്രയിക്കുന്നവർ ഹൃദയം കൊണ്ട് ദൈവമില്ല എന്ന് പറയുന്നവരാണ്. ഇങ്ങനെയുള്ള ഒരാളിനെക്കുറിച്ച് വളരെ രസകരമായി ലൂക്കോസ് 12-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ധനവാനായൊരു മനുഷ്യൻ, അവൻ്റെ ഭൂമി നന്നായി വിളഞ്ഞു. വിളവ് കൂട്ടിവെക്കുവാൻ സ്ഥലം പോരാതെ വന്നതുകൊണ്ട് പുതിയ കളപ്പുരകൾ പണിയുവാൻ അവൻ തീരുമാനമെടുത്തു. പുതിയ കളപ്പുരകൾ പണിതു, തൻ്റെ വിളവെല്ലാം അതിൽ കൂട്ടിവെച്ചു. എന്നിട്ട് തന്നോട് തന്നെ പറഞ്ഞു, ഏറിയ നാളുകൾ കഴിക്കുവാനുള്ളതെല്ലാം ഞാൻ കൂട്ടിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആശ്വസിച്ച് തിന്ന് കുടിച്ച് ആനന്ദിച്ച് മുൻപോട്ട് പോകാം. കർത്താവ് അവനോടൊരു ചോദ്യം ചോദിച്ചു, മൂടാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചതെല്ലാം ആർക്കാകും? കർത്താവ് പറയുന്നത് ദൈവവിഷയമായി സമ്പന്നനാകാതെ
തനിക്ക് തന്നെ ഉപയോഗിക്കുന്നതിന് കൂട്ടിവെക്കുന്നവനെല്ലാം മൂഢനാണ്. ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം താൻ സമ്പാദിച്ച് കൂട്ടിവച്ചിരിക്കുന്നതെല്ലാം എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ ശക്തി കൊണ്ട് നേടിയെടുത്തതാണ്. അതുകൊണ്ട് താൻ സമ്പാദിച്ചു വച്ചതിൽ അമിതമായി ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. ലൂക്കോസ് 12:15 കർത്താവ് പറയുന്നത്, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവീൻ എന്ന. ആത്മീക ശുശ്രൂഷയിൽ ഉന്നത സ്ഥാനത്ത് നിൽക്കുകയും എന്നാൽ വിശ്വാസിയെ കബളിപ്പിച്ച് ധനം സമ്പാദിക്കുകയും ചെയ്യുന്നവനെല്ലാം ഹൃദയം കൊണ്ട് ദൈവമില്ല എന്ന് പറയുന്ന മൂഢനാണ്. നമുക്ക് ഉന്നതമായ വിദ്യാഭ്യാസം ലഭിക്കുകയും ഉന്നത പദവിയിലുള്ള ഒരു ജോലി ലഭിക്കുകയും സമൂഹത്തിൽ മാന്യമായൊരു സ്ഥാനം ലഭിക്കുകയും ചെയ്തു എന്ന് കരുതുക. അപ്പോൾ നാം ഹൃദയത്തിൽ എന്തായിരിക്കും പറയുന്നത്? ഇതെല്ലാം ദൈവം തൻ്റെ കൃപയാൽ എനിക്ക് തന്നു എന്ന് പറയുമോ? അതോ ഇതെല്ലാം ഞാൻ എൻ്റെ സ്വന്തം കഴിവ് കൊണ്ട് നേടിയെടുത്തു എന്നാണോ പറയുന്നത്? ഏറ്റവും വലിയ ദൈവഭക്തനാകുന്നുവെങ്കിലും ഇതെല്ലാം നേടിയെടുത്തത് ദൈവത്തെ കൂടാതെയാണ് എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ദൈവമില്ല എന്ന ഹൃദയത്തിൽ പറയുന്നവർക്ക് ഒപ്പമാണ്. സ്വയം പരിശോധിക്കാം. ദൈവമില്ല എന്ന ഹൃദയം കൊണ്ട് പറയുന്നവരോട് ഒപ്പമാണോ ഞാൻ? കർത്താവേ, ഹൃദയം കൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ച് വായ്കൊണ്ട് നിന്നെ സാക്ഷിപ്പാൻ എന്നെയും വിശ്വാസത്തിൽ ബലപ്പെടുത്തണമേ. ആമേൻ.